ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ ഓറഞ്ചും ആപ്പിളിന്റെ കാര്യം പറഞ്ഞു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ അതുപോലെ വയറിനെ കുറിച്ചും പറഞ്ഞു. വയർ കട്ട് ചെയ്ത് സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ഇത്ര വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇനി നമ്മൾ ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെവലിലെ ക്വസ്റ്റ്യനോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില സോഷ്യൽ മീഡിയയിലും അത് ചില റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. മാത്സ് അങ്ങനെയാണ്, ഒരു അത് എന്നാൽ ഇങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കില്ല ഇതൊക്കെ നമ്മളെന്നാ പഠിക്കുന്നുണ്ടാവുക. ബട്ട് ഇതാ അതുപോലെ ചെറിയ വലിയ പ്രയാസമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോകാം. ആ ക്വസ്റ്റ്യൻ എന്താ പറയണമെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, 4 years ago Rahim's age was 3 times age of Ramu. രാമുയുടെ ഏജും റഹീമും എന്ന് പറയുന്ന രണ്ട് ആളുകളാണുള്ളത്. ദെൻ എന്താ പറഞ്ഞത്? After 2 years this would become 2 times what are their age now എന്നാണ് ചോദിക്കുന്നത്. ഇപ്പത്തെ ഏജ് എന്താണെന്ന് വെച്ചത്. അപ്പൊ നമ്മളിപ്പോ രണ്ടാളുകളുണ്ട്. ഓക്കെ, ഞാനൊരു വേറൊരു സാർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇപ്പോ ഞങ്ങൾ രണ്ടാളുടെ ഏജ് കണ്ടുപിടിക്കണം. അപ്പൊ ഞങ്ങൾ പറയാണ് എന്റെ ഏജ് ഇപ്പൊ ഞാൻ ഇവിടെ എന്തെടുക്കുന്നോ ഞാനാണ് റഹീം വിചാരിക്കുക. രണ്ടാമത്തെ ആളുണ്ട് രാം വിചാരിക്കുക. അപ്പൊ റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് എന്താണ്? റഹീം അല്ലെ, റഹീം പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എന്താണെന്നു എക്സ് എന്നെടുത്തു. രാമുവിന്റെ പ്രസന്റ് ഏജ് എന്തെടുത്തു? നമ്മള് വൈ എന്നെടുത്തു. പിന്നെന്താ പറഞ്ഞത്? 4 വർഷങ്ങൾക്ക് മുൻപ്. 4 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ മക്കൾ എന്താണ് അർത്ഥം? നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് ഏജിൽ നിന്ന് 4 വയസ്സ് കുറച്ചാൽ പോരെ? മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? x-4 എന്ന് എടുക്കുന്നു. സിമിലർലി y-4. പിന്നെന്താ പറഞ്ഞത് നമ്മളോട്? പിന്നെന്താ പറഞ്ഞത് നോക്കൂ, 4 വർഷം മുൻപ് റഹീമിന്റെ പ്രായം എന്ന് പറയുന്നത് രാമുവിന്റെ പ്രായത്തെക്കാൾ 3 മടങ്ങ് കൂടുതലാണ്. സോ ഇതാണല്ലോ രാമുവിന്റെ ഏജ്. ഇതാണ് രാമു, ഇതാണ് റഹീം. റഹീമിന്റെ ഏജ് നമുക്ക് 4 വർഷം മുമ്പത്തെ ഏജ് നമുക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി? മക്കളെ? യെസ്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 മടങ്ങ് രാമുവിന്റെ കൂട്ടിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യുന്നു? 3 into y-4 നമുക്ക് എന്ത് കിട്ടും? x-4. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3y-12 equal to x-4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടില്ല, കാരണം അതിൽ ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സോൾവ് ചെയ്യാനുണ്ട്. ഇക്വേഷൻ ഫോമിലോട്ട് കൊണ്ടുവരണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വേരിയബിൾസ് ഒക്കെ ഒരു സൈഡിലും നമ്പേഴ്സിനെ ഒക്കെ ഒരു സൈഡിലോട്ടും നമുക്ക് ആക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 3y മൈനസ് എന്തുകൊണ്ട് വന്നു? ഇവിടെ എക്സ് എന്ന് പറഞ്ഞത് പോസിറ്റീവ് ആണ്. സോ അത് അങ്ങോട്ട് പോകുമ്പോ -x ഈക്വൽ ടു നമുക്ക് ഇവിടെ എങ്ങനെയാ? -4 ആണ്. അപ്പൊ -4 -12 അല്ലേ അവിടെ? അപ്പൊ നമുക്ക് ഇവിടെ +12. സോ സോൾവ് ചെയ്യുമ്പോൾ 3y - x ഈസ് ഈക്വൽ ടു നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്തിലോട്ട് വരൂ. എന്താ പറഞ്ഞത്? ഇനി നമ്മൾ അടുത്ത ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യും? പിന്നെന്താ നമ്മളോട് പറഞ്ഞത്? പ്രസന്റ് ഏജിൽ നിന്ന് 2 വർഷം കഴിയുമ്പോൾ. അപ്പോ ഇപ്പൊ എക്സ് ആണെങ്കിൽ x+2 റഹീം ആൻഡ് y+2 രാമു. എന്താ പറഞ്ഞത്? 2 മടങ്ങാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും? 2 into y+2 equal to x+2. ഇത് ഇതേപോലെ ചെയ്യും. അപ്പൊ 2y+4 equal to x+2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേരിയബിൾസുകൾ ഒരു ഭാഗത്തും നമ്പേഴ്സിനെ ഒരു ഭാഗത്തേക്കും നമുക്ക് ആക്കാം. അപ്പൊ എങ്ങനെ വരും? പറഞ്ഞേ. 2y minus of x equal to 2 minus of 4. Then ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പറഞ്ഞേ. 2y minus of x equal to 2 minus 4 എന്ന് പറഞ്ഞാൽ -2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? -2 എന്ന് നമ്മൾക്ക് കിട്ടും.
Then അടുത്ത സ്റ്റെപ്പ് എന്താ? വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇക്വേഷൻസ് ഉള്ള പരസ്പരം ഇടുക. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. എന്തായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയത്? 3y minus of x is equal to 8. അതല്ലേ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയത്? അതെ. Then 2y minus x equal to നമുക്ക് എന്ത് കിട്ടി? -2. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ കുറക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് 8ൽ നിന്ന് 8 ഇങ്ങനെ നോക്കാം കേട്ടോ. 8 minus of -2. അപ്പൊ മൈനസ് മൈനസ് എന്ന പ്ലസ് ആവും. അപ്പൊ നമുക്ക് ഇവിടെ 10 കിട്ടും. അപ്പൊ ഇതെന്തായി? ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടി. ക്ലിയർ ആണോ? Then minus of minus x അല്ലെ? മൈനസ് എക്സ് ഓഫ് മൈനസ് എക്സ്. അപ്പൊ മൈനസ് മൈനസ് എന്ന പ്ലസ് ആയി. അപ്പൊ മൈനസ് ഓഫ് എക്സ് പ്ലസ് എക്സ് പറഞ്ഞാൽ എന്താ? അത് 0. അപ്പൊ അത് പോയി. ദെൻ ഇവിടെ നമുക്ക് ബാക്കി എന്ത് വരും? 3y നിന്ന് 2y കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 1y. സോ y എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? സോ നമുക്കിപ്പോ എന്തായത്? 3y minus x is equal to 8. Then 2x minus x is equal to -2 എന്ന് കിട്ടി. ഇത് നമ്മൾ രണ്ട് ഇക്വേഷൻ ആണ്. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ? y is equal to 10 എന്ന് കിട്ടി. അപ്പൊ y കിട്ടി. ഇനി നമുക്ക് എന്താണ്? x വേണം അല്ലെ? അപ്പൊ x കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? y ഇട്ട് കൊടുത്താൽ പോരെ? യെസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? സോ ഇവിടെ നമ്മള് 3y എത്ര കിട്ടി? 10 കിട്ടി അല്ലെ? ഇൻറ്റു 10 പിന്നെന്തായിരുന്നു? minus x equal to 8. 3 into 10 ആണ് 30. 30 minus of x is equal to 8. Then minus of x equal to 30 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും മക്കളെ? Yes, 8 minus 30 എന്നാവും. ഓക്കെ. ഇനി എന്ത് നോക്കൂ ഇവിടെ? മൈനസ് എക്സ് ഈക്വൽ ടു -22. നമ്മൾ എന്ത് ചെയ്യാ? ഇങ്ങനെ -1 കൊണ്ട് രണ്ട് സൈഡിൽ ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ് ഈക്വൽ ടു 22 എന്ന് കിട്ടും. സോ നമുക്ക് എന്താ ഇവിടെ? റഹീമിന്റെ ഇപ്പത്തെ ഏജ് എന്ന് പറയുന്നത് 22. രാമുവിന്റെ ഇപ്പത്തെ ഏജ് എന്ന് പറയുന്നതോ? രാമുവിന്റെ ഇപ്പത്തെ ഏജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 10. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നുമില്ല. നമ്മൾ എന്താണ്? രാമുണ്ട്, റഹീമുണ്ട്. ഇവരുടെ രണ്ടാളുടെ ഏജ് ആണ് നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? വളരെ സിമ്പിൾ ആയിട്ട് നമ്മളത് സോൾവ് ചെയ്തു അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നോക്കൂ, എന്താണ് ക്വസ്റ്റ്യൻ? നോക്കൂ, ക്വസ്റ്റ്യൻ വായിച്ചേ. 4 times a number added to 3 times another number given 43. Then 2 times the second number subtracted from the 3 times of the first give 11. What are the numbers? എന്താ പറഞ്ഞേ? എന്താ താഴെ നമ്മൾ പഠിച്ചു തുടങ്ങിയ പോലും നല്ലത് പോണേ അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒന്നും വേണ്ട. ഇതായിട്ട് ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ റെഡി ആവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ അല്ലെ? ഇപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്പറിന് എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, let x be the first letter. Sorry, first number. And y be the second number. അത് എടുക്കാം. നമ്മൾ എക്സ് എടുത്തു, വൈയും എടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? ആദ്യത്തെ നമ്പറിന് 4 ടൈംസും രണ്ടാമത്തെ നമ്പർ 3 ടൈംസും ആഡ് ചെയ്തപ്പോൾ നമുക്ക് 43 കിട്ടിയെന്നാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: 4 into x plus 3 into y equal to 43. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെന്താ നമ്മളോട് പറഞ്ഞത്? 3 തവണ ഫസ്റ്റ് നമ്പറിനെയും 2 തവണ സെക്കൻഡ് നമ്പറിനെയും വെച്ച് ഡിഫറൻസ് ചെയ്തപ്പോൾ നമുക്ക് 11 കിട്ടി. എന്തതിൽ ചെയ്യാനുള്ളത്? ഡിഫറൻസ് ഉണ്ടാ പോരെ? ഇതാ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ഇതാ. എന്തായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത്? 4x plus 3y equal to 43. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. നോക്കൂ, ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞത് വലുതാണ്. അപ്പൊ നമ്മളത് 1 നിന്നാണ് 2 കുറക്കേണ്ടത്. സോ 3x plus 2y equal to 11. പക്ഷേ നമ്മൾക്ക് ഇവിടെ എന്തല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലെ? എന്താണ്? സിമിലർ കോഎഫിഷ്യന്റുകൾ വന്നിട്ടില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല?
അതിന്റെ വേരിയബിൾസ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പൊ എലിമിനേഷൻ നടത്തിയില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഏത് ഒരു വേരിയബിൾ ഉണ്ടെങ്കിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്പർ നമ്മൾ പരസ്പരം അങ്ങോട്ടും കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, with the first equation we multiply with 3 and the second equation we multiply with 4. ചെയ്തോക്കാം നോക്കൂ, എന്തായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞത്, 4x plus 3y equal to 43 into ഇത് ഫുള്ള് നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം മക്കളെ, 3 കൊണ്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 12x plus 9y equal to 129 കിട്ടും. then അത് കഴിഞ്ഞിട്ടോ 12x plus 9y equal to ഇതാണ് നമ്മളുടെ തേർഡ് ഇക്വേഷൻ. ഓക്കെ, then അടുത്ത് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എന്താണ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞത്, സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മൾ എന്തായാലും സെക്കൻഡ് ഇക്വേഷൻ എന്തായാലും നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ പറഞ്ഞേ, 3x minus 2y 2y equal to 11. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മൾട്ടിപ്ലൈ വിത്ത് 4. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, 12x plus 8y equal to 44 എന്ന് നമ്മൾ കിട്ടും. ഓക്കെ ആണോ, ക്ലിയർ ആണോ, ക്ലിയർ അല്ലേ. then we are moving to the next section. എന്ത് ചെയ്യാ, സാധാരണ ഒന്നില്ലെങ്കിൽ വലുതിന് ചെറുത് കുറക്കുക ചെയ്യാം. അപ്പൊ ഇവിടെ വലുത് ഇപ്പൊ ഏതാ നമുക്ക് കിട്ടിയത്, ഇത് ഇക്വേഷൻ നമ്പർ 4. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 നിന്ന് നമുക്ക് 4 കുറക്കാം, ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 4 കുറക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ നമ്പർ 3 നിന്ന് 4 കുറക്കാന്ന് പറയുമ്പോൾ 3 എന്തായിരുന്നു നമുക്ക് കിട്ടിയത്, 3 എന്താണ് കിട്ടിയത്, 12x plus 9y equal to 129. then എന്തായിരുന്നു അടുത്ത ഇക്വേഷൻ പറയുന്നത്, 12x plus പ്ലസ് അല്ല മൈനസ് ആട്ടോ, മൈനസ്. ഇവിടെ നമ്മൾ എന്താ ഇട്ടത്, ഇവിടെ മൈനസ് ആണ് കേട്ടോ. ഓക്കെ, 12x minus 8y equal to 44. എന്താണ് മക്കളെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, പറഞ്ഞേ നമുക്കറിയാം അല്ലെ. ഫസ്റ്റ് എന്താ എക്സ് എലിമിനേറ്റ് ചെയ്ത് പോകാൻ സിമിലർ ആണ്, സിമിലർ ഇതായത് കൊണ്ട് തന്നെ നമുക്ക് 12x പോയാൽ പിന്നെ അവിടെ എക്സ് ഇല്ല, പിന്നെ y വെച്ചിട്ടാണ്. അപ്പൊ 129 44 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 85 എന്ന് കിട്ടാം, 85. ഓക്കെ, 9y നിന്ന് അവിടെ ശ്രദ്ധിക്കണം, 9y നിന്ന് -8y ആണ്. അപ്പൊ അതവിടെ എന്താവും, മൈനസ് എന്താവും, പ്ലസ് ആവും. സോ 9 പ്ലസ് 8 എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും എന്നാണ് നമ്മൾ അറിയേണ്ടത്. അവിടെ നമുക്ക് എന്ത് വരും, 17y കിട്ടും, 17y. then y നെ നമ്മൾ ഇവിടെ വെക്കുക, then 85 divided by 17 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, y എന്ന് പറയുന്നത് എന്ത് കിട്ടും നമ്മൾക്ക് അറിയോ, 5 എന്ന് കിട്ടും. y equal to 5 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി, y അതിൽ ഇട്ടുകൊടുത്താ പോരെ, പറയും മക്കളെ, y എന്ത് ചെയ്താൽ മതി, y നമ്മൾ ഇതില് ഇട്ടുകൊടുത്താൽ നമ്മൾക്ക് കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, y അതിൽ ഇട്ട് കൊടുക്കുക. സോ y ഇട്ട് കൊടുക്കുന്നു, നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് 4x plus 3 into 5 equal to എന്താണ് 43 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 4x plus 3 പറയുന്നത് എന്താണ് പറഞ്ഞ, 3 പറയുന്നത് 15 equal to 43. then 4x equal to 43 അറിയുമ്പോൾ 43 minus 15 that equal to നമുക്ക് എന്ത് കിട്ടും പറഞ്ഞേ, 43 minus 50 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 43 minus 50 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 28 എന്ന് കിട്ടും, 28. ഓക്കെ ആണോ. ഇനി അത് നമ്മൾ സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4x ആണല്ലേ, 4x equal to 28 ആണ്. then x equal to 28 divided by 4. therefore x equal to 28 divided by 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, 7 ആണെന്ന് അറിയാം. so herefore നമുക്ക് എന്ത് കിട്ടി,
രണ്ടും കിട്ടി അല്ലെ. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? വൈയും കിട്ടി, അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി? എക്സും നമ്മൾക്ക് കിട്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കിട്ടിയത് മനസ്സിലായോ? എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? എന്താണ് എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ നമ്മള് ഇപ്പൊ 4x വന്നത് തന്നോ, അതിന്റെ മുകളിലത്തെ 4x അല്ലെ, അതുപോലെ തന്നെ y എന്താണെന്നും നമുക്ക് അല്ലെ, y എന്താണെന്നും കിട്ടി, ഇവിടെ x എന്താണെന്നും കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ അങ്ങനെ ആ ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ്. ദെൻ വി ആർ മൂവ് ടു ദ ആ ഒരു പോർഷൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ മൂവ് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കുക, എന്താണ് ആ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നോക്കൂ. The sum of two numbers is 28 and the difference is 12. What are the numbers എന്ന് ചോദിച്ചു അല്ലെ. ഏതോ രണ്ട് നമ്പേഴ്സുകൾ ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സുകളുടെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? 28ഉം. അതേ രണ്ട് നമ്പറുകൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടുക. സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം നോക്കിയേ. ആ രണ്ട് നമ്പേഴ്സിൽ എടുത്താൽ മതി, തീർന്നു അവിടെ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ 2 നമ്പേഴ്സുകൾ എടുക്കാം, എക്സും വൈയും. അപ്പൊ എക്സ് പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 28ഉം എക്സ് മൈനസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ 12 ആണെന്നാ പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്താൽ മതി? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വലുതെന്ന് ചേർത്ത് കുറക്കാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പറഞ്ഞേ 28 മൈനസ് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 28 മൈനസ് 12 അല്ലെ. 8 2 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പറഞ്ഞേ 6 വരും. ഇവിടെ നമുക്ക് 1 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ ഇവിടെ നമുക്ക് 16 കിട്ടി. 16 y മൈനസ് ഓഫ് മൈനസ് y ആണ്. അപ്പൊ ഇവിടെ പ്ലസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2y കിട്ടും. 2y എക്സ് എന്ന് എക്സ് പറഞ്ഞാൽ 2y. ഈ 2y ഈക്വൽ ടു 16 ആണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോ 2y ഈക്വൽ ടു 16. സോ y ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 16 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. സോ therefore 8 ആണ് y കിട്ടുക. then x എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? x എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? പറഞ്ഞേ. ആ ഇതിലോട്ട് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 28 എന്നല്ല പറഞ്ഞത്. സോ എക്സ് പ്ലസ് 8 ഈക്വൽ ടു 28. സോ എക്സ് ഇസ് ഈക്വൽ ടു 28 മൈനസ് ഓഫ് 8. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. therefore y ഈക്വൽ ടു 8 and x is equal to 20 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് രണ്ട് നമ്പേഴ്സ്. രണ്ടും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 28ഉം രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 ആണ് കിട്ടുക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, അതിനനുസരിച്ച് കിട്ടാം. സോ ദാറ്റ്സ് ഫോർ ദിസ് ചാപ്റ്റർ. അപ്പൊ ഈ ഒരു പോർഷനിൽ ഇത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് ചോദ്യം കൊണ്ടാണ് നമുക്ക് ഇനി പെൻഡിങ് ഉള്ളത്. ഓക്കെ, അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം? മോസ്റ്റ് പ്രോബ്ലം നമുക്ക് 2 ക്ലാസ്സോടുകൂടി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ അതോടുകൂടി നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും 1-to-1 ക്ലാസ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യും. ദെൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവര് ചെയ്തു തരും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക, ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നന്നായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Download now. Unlock your potential with Olive.